ഞാനിപ്പോ ഒന്നുകൂടെ ഒന്ന് വരിക നമ്മുടെ സമുദായ വിഷയങ്ങളുമായിട്ട്. എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ സമുദായത്തിന്റെ എല്ലാ വിഷയങ്ങളും തീർന്നു എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അത് തീർന്നു എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2026 ജനുവരി 18 നടന്ന സംഗമം അതൊരു മഹാസംഗമമായിരുന്നു. ജ്ഞാനായ മക്കളുടെ ആ പൈതൃകത്തിൽ എങ്ങനെ നമ്മൾ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു തെളിവ് അവിടെ കാണിച്ചു കൊടുത്തു. AD 345 മുതലുള്ള നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ അവർ സ്വർഗത്തിലിരുന്ന് ഈ സംഭവം കണ്ടിട്ടുണ്ട്. കാരണം അന്ന് മുതൽ ഇന്ന് വരെ സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു. ഒന്നാലോചിച്ച് നോക്കിയേ, അത് ഇതിനു മുമ്പ് ഏത് രീതിയിൽ ഒരു സംഗമം ഇവിടെ നടന്നു എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു വിശദീകരണം ആർക്കെങ്കിലും പറയാനുണ്ടോ? മെത്രാച്ചന്മാര് അഭിഷിക്തരായി വന്ന സമയത്തൊക്കെ ആള് കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അതല്ല, ഇത് വേറെ സംഗമമായിരുന്നു. ഇത് നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ഭയങ്കര വിളംബരം കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച സമുദായത്തിന്റെ സ്നേഹികളായിട്ട് നമ്മുടെ മക്കൾ, നമ്മുടെ ആബാലവൃദ്ധം ജനങ്ങൾ വന്ന് അണിനിരന്ന് ചിങ്ങവനം ദേശം, അതായത് തങ്കത്തെരുവീതിയാക്കി നമ്മളെ ആ രീതിയിൽ ആക്കിക്കൊണ്ട് പോയ ഒരു വലിയ സംഭവമാണ് നടന്നത്. അപ്പോൾ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ സമുദായ നേതൃത്വം, നമ്മുടെ വലിയ മെത്രാപ്പോലീത്ത, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജ്ഞാനായ കമ്മിറ്റി, ഇവര് നമ്മളെ നയിക്കും ഇനി. അതായത് വിഘടിത മനോഭാവം ഇല്ലാതെ നയിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു സത്യം. ഇനി വിഘടിതരായിട്ട് മാറി നിൽക്കുന്ന 5% ആൾക്കാരുള്ള 3 മെത്രാപ്പോലിത്തന്മാരും 12 അച്ഛന്മാരും അവർ വിഘടിതരായിട്ട് നിൽക്കട്ടെ. പക്ഷെ അവരോട് സ്നേഹബുദ്ധിയ ഒരു കാര്യം പറയുന്നു: നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങളെ ഞങ്ങളുടെ കൈക്കുള്ളിൽ കൊണ്ടു നടക്കും എന്നുള്ളതിന്റെ തെളിയിച്ച് ഞങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക. അതല്ല, നിങ്ങൾ ഇനിയും ഞങ്ങളോടൊപ്പം എതിർപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ നാളിതുവരെ ഞാൻ പറഞ്ഞത് ഇതേ ഉള്ളൂ. അതായത് നിങ്ങൾ വാളെടുക്കുമ്പോൾ ഞങ്ങൾ പരിചയം, പക്ഷേ നിവൃത്തിയില്ലാതെ വന്നാൽ ഞങ്ങൾ പരിചയ താത്തു വെച്ച് വാളെടുക്കും. അത് ഉറപ്പുള്ള കാര്യം ആ മക്കളെ പറയുന്നു. അതായത് സമുദായ നേതൃത്വത്തിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞു വാക്കിന്റെ കൽപ്പനയോ, സമുദായ മെത്രാപ്പൊലീത്തായുടെ ഒരു കൽപ്പനയോ മറ്റു കാര്യങ്ങളോ എന്ത് വന്നാലും ജ്ഞാനായ സമുദായത്തിലെ സർവ്വ പള്ളികളിലും അത് അക്ഷരാർത്ഥത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചാൽ ഞങ്ങൾ പരിചയം ഉപേക്ഷിച്ചേച്ച് വാളുമായിട്ട് വരുമെന്നുള്ളത് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി ഇത്രയും നാളുകൾ ഞങ്ങൾ സഹിച്ചു എന്നുള്ള സത്യം. പക്ഷേ ഇനിയും ഒരു രക്ഷയുമില്ല. കാരണം ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ജ്ഞാനായ മക്കളെല്ലാം ഒരുമിച്ചാണെന്ന് പറഞ്ഞു. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വരിക ഞങ്ങളോടൊപ്പം, നമുക്ക് ഒരുമിച്ച് മുന്നേറാവുന്നേ. അത് മതിയെന്നേ. കാര്യം വലിയ മെത്രാപ്പോലീത്ത തന്നെയാണ്. അതിനകത്ത് പരിശുദ്ധ സിംഹാസനമൊക്കെ നമുക്ക് പദവി തന്ന് നമ്മളിങ്ങനെ വിട്ടതാ. എന്റെ അപ്പനാണെന്ന് നമ്മൾ എപ്പോഴും വഴി ഞാൻ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ അപ്പൻ തന്നെയാ. ഞാൻ പോകുന്നിടത്തെല്ലാം എന്റെ അപ്പനെ നടത്തിയ എന്റെ അപ്പന്റെ പേരിന്നതാ എന്ന് പറയും. പരിശുദ്ധ സിംഹാസനം അത് നമ്മുടേത് തന്നെയാണ്. ആ സിംഹാസനത്തിൽ നിന്ന് കൈവപ്പ് വാങ്ങിച്ചു വെച്ച ആ ശുശ്രൂഷ കയ്യിൽ ഏറ്റ പിതാക്കന്മാരാണ് 4 പേരും. അതിന്റെ സീനിയോറിറ്റി ഉണ്ടെന്നുള്ളൂ. വലിയ ആർച്ച് ബിഷപ്പ് എന്നുള്ളത് ആർച്ച് ബിഷപ്പ് തന്നെയാണ്. ഈ 18 മുതൽ ആർച്ച് ബിഷപ്പ് തന്നെയാണ്. ഇനി അങ്ങനെ വരത്തുള്ളൂ. അതായത് ആർച്ച് ബിഷപ്പ് ഇരിക്കുന്നിടത്തും 3 സഹായ മെത്രാന്മാർ വന്നാൽ അവരപ്പുറം ഇപ്പുറം നിൽക്കേ ഉള്ളൂ. ആർച്ച് ബിഷപ്പ് പറയും മെത്രാച്ച ഇരിക്കെ, അല്ലെ മെത്രാച്ചന്മാരെ ഇരിക്കെ എന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ സമുദായത്തിലും അത് തന്നെയാണ്. എല്ലാ സമുദായത്തിലും മേലധ്യക്ഷന്റെ അടുത്ത് സഹായന്മാര് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തോടെ ഇനി വാന്നേ, ഞങ്ങളെ ഏറ്റന്നേ, ഞങ്ങളുടെ കൈകളിൽ നിങ്ങളെ സൂക്ഷിച്ചോളാം. കാര്യം ഇന്നൊരു കേട്ടൊരു വിഷയം ഞാൻ ഒരു പ്രയാസത്തോട് പറയട്ടെ. കാരണം പുനലൂർ പള്ളിയുടെ വികാരി അച്ഛന്റെ പേരെന്താ, ബിനു എന്ന് പറയുന്നു. ഓക്കെ, ആ അച്ഛനോട് യാദൃശ്യമായിട്ട് ചോദിച്ചപ്പോൾ ഇവാനിയോസ് തിരുമേനി അങ്ങേരെ വിളിച്ചത് ചെമ്മാച്ചാന്നാണ് വിളിച്ചത്. തിരുമേനിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ചെമ്മാച്ചാന്ന് ഒരു വൈദികനടുത്ത ശുശ്രൂഷകൾ മുഴുവൻ ഏറ്റുവാങ്ങി കുർബാന അർപ്പിക്കപ്പെടുന്ന ഒരു വൈദികനെ ബഹുമാനപ്പെട്ട തിരുമേനി വിളിച്ച ചെമ്മാച്ചൻ. എന്റെ മെത്രാച്ചൻ എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പൈതലല്ലേ അദ്ദേഹം? നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ പൈതലല്ലേ ആ അച്ഛൻ? ചെമ്മാച്ചാന്ന് വിളിച്ചു. പിന്നെന്താ ഈ പട്ടത്വം പറഞ്ഞ എന്തുവാ? അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേവേറിയോസ് തിരുമേനി കൊടുത്ത പട്ടത്വം അല്ല. സേവേറിയോസ് തിരുമേനിയെ നിന്ദിച്ചതിന് തുല്യമാണ്. ഇവാനിയോസ് തിരുമേനിയോട് പറയുന്നു, അങ്ങനത്തെ ദുഷ്ചിന്തകൾ, നിങ്ങളുടെ മനസ്സിലുള്ള പൈശാചിക ചിന്തകൾ മാറ്റിവെച്ചിട്ട്, ഞാനാ പറയുന്നത്, തിരുമേനിക്കറിയാലോ, തിരുമേനിക്ക് നേരിട്ട് 25 മിനിറ്റ് ഒരു ഉപദേശം തന്ന ആളാണ് ഞാൻ. എനിക്കെന്നെ പ്രാഗൽഭ്യമുള്ളവനാ. കാരണം നമ്മുടെ സമുദായം നമ്മൾ ഒരുമിച്ച് പോകണം. തിരുമേനിയാലും അന്മേനിയാലും അതന്നെ. കാക്കവായിലും പൊന്നിരിക്കും തിരുമനസ് അങ്ങനെ വിളിച്ചത് വളരെ മോശമായി പോയി, വളരെ മോശം. ഞാനത് വിശ്വസിച്ചില്ല. ഇന്ന് ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ തന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ഒരു വൈദികനടുത്ത ശുശ്രൂഷ പട്ടവേറ്റ ഒരാളെ ചെമ്മാച്ചാന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? മോനെ കയറി കൊച്ചുമോനെന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? കൊച്ചുമോനും മോനുമാ. അത് തെറ്റായിപ്പോയി തിരുമേനി, അത് ശരിക്കും ശരിയല്ല. പിന്നെ നിങ്ങളോട് മെത്രാച്ചന്മാരോട് ഒരു കാര്യമാണ്, നിങ്ങൾ ഈ വിഘടിത മനോഭാവത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. പ്രത്യേകിച്ചും പൈശാചിക ശക്തിയിലുള്ള 2 നേതാക്കന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ അവരെ വിട്ടിട്ട് അമ്പമ്പയെ ഓടി രക്ഷപ്പെടുക. മക്കളെ, ഞങ്ങൾ ഇനി ഒന്നിനകത്ത് ഇല്ല. ഞങ്ങളെ പരീക്ഷിക്കാൻ ഞങ്ങളുടെ ആൾക്കാരുണ്ട്, അത് നോക്കിക്കോളാം. നിങ്ങളുടെ ജോലി നോക്കൂ. അവരോട് പറയാം, നിങ്ങൾ പോയി അവരവരുടെ ഇടവകയിൽ പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ടിട്ട് വന്നാൽ മതി എന്ന് പറ. അത് അവരിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. ഞാൻ പറയുന്നത് ഇങ്ങനെ പറയാം, 2 ഏലിയാസന്മാരിൽ നിന്ന് ഒരേ ഏലിയാസ കേറ്ററിംഗുകാരനാണ്, അവൻ പോയി കേറ്ററിംഗിന്റെ പണി ചെയ്യാൻ പറ.
മറ്റേ ഏലിയാസ് റിസോർട്ടിന്റെ ആളാ, പുള്ളിയുടെ പണിയും ചെയ്യാൻ പറ. കേസിൽ നിന്നൊക്കെ വിട്ട് സറണ്ടർ ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് പോകാം. പത്രാച്ചന്മാരെ, നിങ്ങളെ 3 പേരെയും ഞങ്ങൾ ഏറ്റെടുക്കും. 4 പേരും കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അടുത്ത ജ്ഞാനായ ദിവസം വരുമ്പോൾ നിങ്ങൾ 4 പേരും കൂടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്നത് കാണാൻ എനിക്കൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണം. നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഉള്ള ഫോട്ടോ എടുത്ത് കാണാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഒന്നാണ്, പത്രാച്ചന്മാരെ ഒന്നാണ്. പാവം പിടിച്ച സേവ്യർ തിരുമേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പ്രൗഢി അദ്ദേഹത്തിന് ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി മടക്കി ദൈവത്തോട് ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി നയിക്കുന്ന ഞങ്ങളുടെ ഇടയനാണ് സേവ്യർ തിരുമേനി. നിങ്ങളും അങ്ങനെ വരിക. നിങ്ങളെപ്പറ്റി ഒരു സാക്ഷ്യം എനിക്കങ്ങനെ പറയാനായിട്ട് ദൈവം ഒരു സാഹചര്യം തരട്ടെ. അടുത്ത നമ്മുടെ ജ്ഞാനായ ദിനം വരുമ്പോൾ നിങ്ങൾ 4 പേരും ഒരുമിച്ചാവണം. നിങ്ങൾ 4 പേരും ഒരുമിച്ചാകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തെ നയിക്കുന്ന ഒരു മെത്രാപ്പോലീത്തയുണ്ട്, സമുദായത്തെ നയിക്കുന്ന ഒരു ഭരണസമിതിയുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങൾ പരിശുദ്ധ സിംഹാസനത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നാൽ ഒരു കാരണവശാലും നമ്മൾ രണ്ടും 2 വഴിയേ പോകത്തുള്ളൂ. നമ്മൾ ഒരു കാരണവശാലും ഒരുമിച്ചാകത്തില്ല. സിംഹാസനം തന്നെയാണ്. പത്രോസേ നീ പാറയാകുന്നു. പാറ പരിശുദ്ധം എന്ന് പറഞ്ഞില്ല, കാരണം ഉറപ്പുള്ള ഒരു സംഭവം എന്നുള്ളതാ. പിന്നെ താക്കോല് കൊടുത്തിട്ടുണ്ട്. അതും ഇമ്മാനുവലച്ചൻ പറയുന്നത് കേട്ടോ. ഈ താക്കോല് പോപ്പിന്റെയിലും ഉണ്ട്, ഈ പിന്നെ പാത്രികീസിന്റെ ഉണ്ട്. ഏത് താക്കോലാ ശരി? പോപ്പിനെ പരിശുദ്ധൻ എന്ന് പറയുന്നില്ല, ഇദ്ദേഹത്തെ പരിശുദ്ധൻ എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധൻ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ രീതിയിൽ നമ്മളോട് ഇടപെടണ്ടേ? പരിശുദ്ധാത്മാവിന്റെ ക്രിയേഷൻ വേണ്ടേ? അതുകൊണ്ട് അച്ഛന്മാരോട് പറയുന്നു, നമുക്ക് സ്നേഹത്തിന്റെ ഭാഷ മതി കേട്ടോ. പ്ലീസ്, ഞാൻ എൻ്റെ ഒരു കുഞ്ഞാടാ പറയുന്നത്. നമുക്ക് ഒരുമിച്ച് അടുത്ത ജ്ഞാനായ ദിവസം നമുക്ക് ഒരുമിച്ച് നിങ്ങൾ 4 പേരും ഉപഷ്ടരായിരിക്കുന്ന കാണാൻ ഒരു ആഗ്രഹമുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ്. ഞാൻ ഒരു കുഞ്ഞാടാ, എന്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയുന്ന അത് നിങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5 പേരും ആയിട്ട് നിങ്ങൾ മാറി നഷ്ടപ്പെട്ടു പോകും. ഞങ്ങൾ 95 പേരും ഞങ്ങളുടെ അപ്പച്ചനുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യും. പിന്നെ സമുദായത്തിലുള്ള എല്ലാ വ്യക്തികളോടും എല്ലാ പള്ളികളോടും പറയുന്നു, വലിയ മെത്രാപ്പോലീത്തയുടെ ഏതെങ്കിലും ഒരു തിരുവായ്ക്കെതിരുവായി ഇല്ലാത്ത രീതിയിൽ മാത്രമേ ഇനി മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു വിഘടത കാണിച്ചാൽ ആ സെക്കൻഡിൽ ഞങ്ങൾ അതിനെ എതിർത്തിരിക്കും എന്നുള്ളത്, അത് നടപ്പിലാക്കും എന്നുള്ളത് ഒരിക്കൽ കൂടെ വാണിങ്ങി തരുന്നു. ഞാൻ പാവം പിടിച്ചവനാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ കൂടെ ആളുണ്ട്. ഞങ്ങളത് നടത്തിയിരിക്കും. ഒരു വിഘടിത മുഖങ്ങളും നിങ്ങൾ കാണിക്കരുത്. അത് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് സന്തോഷമായിട്ട് പോകാം. പക്ഷെ തിരുവായ്ക്കെതിരുവാ പറഞ്ഞാൽ പ്ലീസ്, ഞങ്ങൾ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞത് ഞങ്ങൾ പരിചയം എടുക്കുന്നു. പക്ഷേ ഇനി ഞങ്ങൾ വാളെടുക്കും. ഓക്കെ.